ടീമുകൾ ആവേശ പോരാട്ടം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണ് ഓഗസ്റ്റ് 21-ന് തുടക്കം. ക്രീസിലെ പോരിൽ ആര് കപ്പടിക്കും? ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, അദാനി ട്രിവാൻഡ്രം റോയൽസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, ആലപ്പി റിപ്പിൾസ് 6 ടീമുകൾ വാശിയോടെ ഒരുങ്ങുന്നു. ഫെഡറൽ ബാങ്ക് KCL രണ്ടാം സീസൺ ഇത്തവണ പൊടിപൂരമാകും. എന്തുണ്ടെന്നോ, നമ്മുടെ എല്ലാം സ്വന്തം സഞ്ജു സാംസൺ ആദ്യമായി KCL കളിക്കാൻ ഇറങ്ങുന്നു. ഇത് പോരെ മോനെ കളി കളറാകാൻ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി സഞ്ജു ഇറങ്ങും. 26.8 ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി സഞ്ജുവിനെ ടീമിലെത്തിച്ചത്. കൊച്ചി ടീമിൽ സഞ്ജു എത്തുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൊച്ചി ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജുവിന്റെ സഹോദരൻ സാലി സാംസൺ ആണ്. സഞ്ജു സാംസൺ വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും. IPL ഇന്ത്യൻ ക്രിക്കറ്റിനെ മാറ്റിയ പോലെ KCL കേരള ക്രിക്കറ്റിനെ എങ്ങനെ മാറ്റും? നമ്മുടെ പ്ലെയേഴ്സിന് ലോക ശ്രദ്ധ നേടുന്ന തരത്തിൽ വളരാൻ വേദിയൊരുക്കുകയാണ് KCL. പല പ്രധാനപ്പെട്ട ലീഗുകളിലേക്കുമുള്ള വാതിലാണിത്. ഇക്കഴിഞ്ഞ IPL-ൽ മുംബൈയുടെ അഭിമാന താരം വിഘ്നേഷ് പുത്തൂരിനെ ഓർമ്മയില്ലേ? ദ ചൈനാമാൻ ബോളർ. കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കും മുൻപേ IPL-ൽ വന്ന് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ നേടിയ ഈ 24-കാരൻ കഴിഞ്ഞ KCL-ൽ ആലപ്പി റിപ്പിൾസിന്റെ ടീം അംഗമായിരുന്നു. സച്ചിൻ ബേബിയെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെത്തിച്ചതും KCL-ലെ മിന്നും പ്രകടനമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ ക്യാപ്റ്റനാണ് സച്ചിൻ ബേബി. രഞ്ജിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസ്രുദ്ദീൻ ഇത്തവണ ആലപ്പി റിപ്പിൾസിന്റെ കപ്പിത്താന്റെ ജേഴ്സി അണിയും. അസ്രുദ്ദീൻ മാത്രമല്ല, രഞ്ജിയിൽ തിളങ്ങിയ അക്ഷയ് ചന്ദ്രൻ, ജലജ് സക്സേന എന്നിവരും ഇത്തവണ ആലപ്പുഴയ്ക്കായി ഇറങ്ങുന്നുണ്ട്. കൗമാരക്കാരുടെ ക്രിക്കറ്റ് ലീഗ് കൂടിയാവുകയാണ് KCL-ന്റെ ഈ സീസൺ. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച ഒട്ടേറെ കൗമാര താരങ്ങളാണ് ഇത്തവണ ടീമുകളിൽ ഇടം നേടിയിട്ടുള്ളത്. അഹമ്മദ് ഇമ്രാൻ, ആദിത്യ ബൈജു, ഏതൻ ആപ്പിൾ ടോം, ജോബിൻ ജോബി, വിഷ്ണു മേനോൻ രഞ്ജിത്ത്, രോഹിത് KR തുടങ്ങിയവരാണ് ചെറുപ്രായത്തിൽ തന്നെ ലീഗിന്റെ ഭാഗമായിരിക്കുന്നത്. രണ്ടാം സീസണിലെ താരങ്ങളാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാം. ഈ സീസണിൽ KCL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം തൃപ്പൂണിത്തുറ സ്വദേശിയായ KR രോഹിത് ആണ്. ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച ഇന്നിംഗ്സുകളിലൂടെ കേരള ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് രോഹിത്. തന്നേക്കാൾ മുതിർന്നവർക്കൊപ്പമായിരുന്നു രോഹിത് എന്നും കളിച്ചു വളർന്നത്. 16-ാം വയസ്സിൽ തന്നെ കേരളത്തിനായി അണ്ടർ-19 കളിച്ചു. അടുത്തിടെ നടന്ന NSK ട്രോഫിയിൽ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും രോഹിത് തന്നെ. രോഹിത്തിനെ 75,000 രൂപയ്ക്കാണ് തൃശൂർ ടീമിലെത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ കേരളത്തിന്റെ അണ്ടർ-19 ക്യാപ്റ്റനായിരുന്ന അഹമ്മദ് ഇമ്രാനാണ് ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു യുവതാരം. രഞ്ജി ട്രോഫി സെമി ഫൈനലിലൂടെ കേരള സീനിയർ ടീമിനായും അഹമ്മദ് അരങ്ങേറ്റം കുറിച്ചു. തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിയായ അഹമ്മദ് കേരളത്തിനായി അണ്ടർ-14, 16, 19, 23 വിഭാഗങ്ങളിൽ കളിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഭാവി ഫാസ്റ്റ് ബൗളിംഗ് പ്രതീക്ഷകളാണ് ഏതൻ ആപ്പിൾ ടോമും ആദിത്യ ബൈജുവും. കേരളത്തിനായി വെറും 16-ാം വയസ്സിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ഏതൻ. 1.5 ലക്ഷം രൂപയ്ക്കാണ് തിരുവനന്തപുരം സ്വദേശിയായ ഏതനെ കൊല്ലം ഇത്തവണ ടീമിലെത്തിച്ചിരിക്കുന്നത്. മറുവശത്ത് MRF പേസ് ഫൗണ്ടേഷനിൽ പരിശീലനം പൂർത്തിയാക്കിയ താരമാണ് ആദിത്യ ബൈജു. ഇക്കഴിഞ്ഞ സീസണിൽ കുച്ച് ബിഹാർ ട്രോഫി, വിനു മങ്കാദ് ട്രോഫി തുടങ്ങിയ ജൂനിയർ ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആദിത്യയെ 1.5 ലക്ഷം രൂപയ്ക്കാണ് ആലപ്പി റിപ്പിൾസ് ലേലത്തിലൂടെ സ്വന്തമാക്കിയത്. ഈ സീസണിൽ അമ്പയർമാരുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്ന ഡിസിഷൻ റിവ്യൂ സിസ്റ്റം നടപ്പാക്കും. രണ്ടാം സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച അമ്പയർമാരുടെയും മാച്ച് റഫറിമാരുടെയും ത്രിദിന സെമിനാറിൽ ഇതേക്കുറിച്ച് വിശദമായ ചർച്ച നടന്നിരുന്നു. രാജ്യാന്തര മത്സര മാതൃകയിൽ ഓരോ ഇന്നിംഗ്സിലും ഇരു ടീമുകൾക്കും 2 വീതം DRS അവസരങ്ങൾ ലഭിക്കുന്നതാണ്. മോഹൻലാൽ KCL ബ്രാൻഡ് അംബാസഡറായി വന്നതോടെ കൂടുതൽ ശ്രദ്ധ നേടുകയാണ് രണ്ടാം സീസൺ. കളിയുടെ കാര്യമൊക്കെ മാറ്റിവെച്ചാൽ തന്നെ KCL കേരളത്തിന് തുറന്നിടുന്നത് അനന്ത സാധ്യതകളാണ്. ഒന്നാം സീസണിൽ പ്രത്യക്ഷത്തിൽ 700-ലധികം ജോലികളും പരോക്ഷമായി 2500-ലധികം ജോലികളുടെ അവസരങ്ങളുമാണ് KCL ഒരുക്കിയത്. ഇതിൽ 40% സ്ത്രീകളായിരുന്നു. കഴിഞ്ഞ സീസണിൽ വനിതാ അമ്പയർമാരും ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 7 വരെ ഓർത്തുവെച്ചോ, ഉച്ചയ്ക്ക് 2 മണിക്ക് ഏഷ്യാനെറ്റ് പ്ലസിലും സ്റ്റാർ സ്പോർട്സിലും തത്സമയം KCL കാണാം. കേരളം കളി തുടങ്ങി.